ഹലോ മക്കളെ, ഇന്ന് നമ്മൾ സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള രണ്ടാമത്തെ യൂണിറ്റായ പലഹാരപ്പൊതി എന്നതിൽ വേറൊരു കഥയാണ് കേട്ടോ. പലഹാരക്കൊതിയന്മാർ എന്നാണ് കഥയുടെ പേര്. അപ്പോൾ ഇവിടെ 2 ഉറുമ്പുകളെ കാണുന്നില്ലേ? അവരുടെ കഥയാണ് കേട്ടോ. പലഹാരക്കൊതിയന്മാർ. വലിയങ്ങാടിയിലെ വലിയ ചങ്ങാതിമാരാണ് ചോണനും മണിയനും. ഒരു ദിവസം ചോണൻ ധൃതിയിൽ എവിടേക്കോ പോണത് മണിയൻ കണ്ടു. എങ്ങോട്ടാണ് അവനിങ്ങനെ ഓടുന്നത്? മണിയൻ പിറകെ ചെന്നു. പൊന്നാനി ചന്ത വരെ പോണൻ്റെ മണിയാ, വഴി മാറി തീരെ നേരല്ല. പറഞ്ഞു തീരും മുമ്പേ ചോണൻ ഓടാൻ തുടങ്ങി. പൊന്നാനി ചന്തയിൽ എന്താണിത്ര വിശേഷങ്ങൾ? അതറിയാൻ മണിയന് തിടുക്കമായി. അപ്പോൾ നീ അറിഞ്ഞില്ലേ അപ്പാണ്യം? മണിയനൊന്നും മനസ്സിലായില്ല. അവൻ ആദ്യമായിട്ടാണ് അപ്പാണ്യം എന്ന വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പാണ്യോ? എന്താണത്? മണിയൻ്റെ ചോദ്യം കേട്ട് ചോണന് ശരിക്കും ദേഷ്യം വന്നു. കഷ്ടം തന്നെ ഇവൻ്റെ ഒരു കാര്യം. അപ്പാണ്യം എന്താണെന്ന് അറിയാത്ത ഉറുമ്പുകളുണ്ടോ? അപ്പാണ്യം എന്ന് പറഞ്ഞാൽ അപ്പ വാണിഭം. പൊന്നാനി ചന്തയിലാണ് മണിയ അപ്പത്തിൻ്റെ വാണിഭം. പൊടി പൊടിച്ച അപ്പക്കച്ചോടാണ്. മനസ്സിലായോ? അപ്പത്തിൻ്റെ ചന്തയോ? മണിയൻ കണ്ണുമിഴിച്ച് നിന്നുപോയി. കോഴിക്കോട്ടെ ഈ വലിയങ്ങാടിയിൽ കിട്ടാത്ത എന്തപ്പങ്ങളാണ് അപ്പാണ്യത്തിലുണ്ടാവുക? നെയ്യലുവ, കറുത്തലുവ, വെളുത്തലുവ, മഞ്ഞലുവ, ചുവന്നലുവ, പച്ചലുവ, മഞ്ഞ ജിലേബി, വെള്ള ജിലേബി, ചുവന്ന ജിലേബി, ചക്ക വറുത്തത്, ചേന വറുത്തത്, കായ വറുത്തത്, കപ്പ വറുത്തത്, ഈത്തപ്പഴം പൊരി, 6ാം നമ്പർ, മൈസൂർ പാക്ക്, കല്ലുമ്മക്കായ പൊരിച്ചത്, ഇവയൊക്കെയല്ലേ പലഹാരങ്ങൾ? മസാലദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, കൊഴുക്കട്ട, അട, വട, പക്കവട, ഉണ്ട, ബോണ്ട, സുഗിയൻ, ചിക്കൻ റോൾ, മുട്ട പപ്സ്, പഴംപൊരി, നെയ്യപ്പം, ഇടിയപ്പം, കലത്തപ്പം, കാരോലപ്പം, കായപ്പം, ഈന്തപ്പം, ഊത്തപ്പം, അച്ചപ്പം, ഇവയല്ലേ അപ്പങ്ങൾ? ഈ അപ്പങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വെറുതെ പോണോ ചോണ? ഇക്കാലത്തുമുണ്ടോ ഇങ്ങനെയുള്ള മണ്ടൻ ഉറുമ്പുകൾ? മണിയൻ്റെ സംശയം കണ്ട് ചോണന് പുച്ഛം തോന്നി. ഇവൻ എങ്ങനെ എൻ്റെ ചെങ്ങാതിയായി? നീ മുട്ടസുർക്ക എന്ന് കേട്ടിട്ടുണ്ടോടാ മണിയ? മുട്ടസുർക്കയോ? എന്താണത്? മുട്ടമാല തിന്നിട്ടുണ്ടോ? ഇല്ല ചോണ. എന്താണത്? ഈ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ, മഞ്ഞക്കരു, അത് മാത്രമെടുത്ത് ഉടച്ചുടച്ച് ചെറിയ ചെറിയ ഓട്ടകളുള്ള ചിരട്ടയിലൂടെ നൂല് പോലെയാക്കി പഞ്ചാര പാവിലൊഴിച്ച് അലിയിച്ചലിയിച്ചങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണെൻ്റെ മണിയോ ഈ മുട്ടമാല. അതിൻ്റെ ഒരു മണം, അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു ചന്തം. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞങ്ങനെ പോകും നമ്മൾ. നാവിലിട്ടാൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന നൂല് പോലുള്ള മുട്ടമാലയെക്കുറിച്ച് മണിയനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുട്ടയുടെ വെള്ളക്കരു അവർ എന്തു ചെയ്യും? വെറുതെ കളയുമോ? മണിയന് സംശയമായി. ഇല്ല, അത് പതപ്പിച്ച് മധുരം ചേർത്ത് കേക്ക് രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ് മണിയ മുട്ടസുർക്ക. നിൽക്കട ചോണ, എന്നാൽ ഞാനും വരാം. കൊതിമൂത്ത മണിയൻ ചോണൻ്റെ പിന്നാലെ ഓടി. പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയുമോർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായിപ്പുഴയും കഴിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കും ഒഴുകി. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? വിജയൻ കോതമ്പത്തിലെ അപ്പാണ്യത്തിന് പോയ പലഹാരക്കൊതിയന്മാർ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ മക്കൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എന്താണ് ഈ കഥയിൽ പറയുന്നത്? 2 ഉറുമ്പുകളുടെ കഥയാണല്ലേ, ചോണനും മണിയനും. അവർ അപ്പാണ്യത്തിന് പോകുന്ന കഥയാണ്. അപ്പാണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പവാണിഭമാണല്ലേ. അപ്പവാണിഭം എന്ന് പറഞ്ഞാൽ കച്ചവടമാണ്. ചോണനും മണിയനും താമസിക്കുന്നത് എവിടെയാണ്? കോഴിക്കോടുള്ള വലിയങ്ങാടിയിലാണ്. അപ്പോൾ ഈ കച്ചവടം നടക്കുന്നത് പൊന്നാനിയിലാണ് അല്ലേ. അപ്പോൾ ചോണന് പൊന്നാനിയിലേക്ക് പോകുന്ന സമയത്ത് മണിയൻ ചോദിക്കുകയാണ്, എന്തിനാണ് ചോണ അവിടേക്ക് പോകുന്നത്? ഇവിടെ കിട്ടാത്ത പലഹാരങ്ങളുണ്ടോയെന്ന്. അപ്പം നമ്മുടെ ചോണൻ പറയാണ്, ഇവിടെ കിട്ടാത്ത പലഹാരമായ മുട്ട കൊണ്ടുണ്ടാക്കുന്നല്ലേ, മുട്ടയുടെ മഞ്ഞ കൊണ്ടുണ്ടാക്കുന്ന മുട്ടമാലയും മുട്ടയുടെ വെള്ള കൊണ്ടുണ്ടാക്കുന്ന മുട്ട സുർക്കയും കഴിക്കാനാണ് പോണതെന്നല്ലേ. അവിടെ അതൊക്കെ കിട്ടുമെന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ രുചിയൊക്കെ വർണ്ണിച്ചത് കേട്ടിട്ട് നമ്മുടെ മണിയനും ചോണൻ്റെ പിന്നാലെ പോവുകയാണ് അല്ലേ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കിയാലോ. അപ്പോൾ 1ാമത്തെ ചോദ്യം, അപ്പച്ചന്തയിലെ വിശേഷങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് രസകരമായി തോന്നിയ വാക്കുകൾ ഏതെല്ലാമാണ്?
അപ്പാണ്യം, അപ്പവാണിഭം, മുട്ടസുർക്ക, മുട്ടമാല, പലതരം അലുവകളുടെ പേരുകൾ, പലതരം ജിലേബികൾ, വറവുകൾ, അപ്പങ്ങൾ എന്നിവ അല്ലേ. ഇനി മക്കൾക്ക് ഏതെങ്കിലും വേറെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ മക്കൾക്ക് വേണമെങ്കിൽ ഈ അലുവകളുടെ പേരുകളും ജിലേബികളുടെ പേരുകളും വറവുകളുടെ പേരുകളൊക്കെ പേരുകളായിട്ട് തന്നെ ഓരോന്നായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അടുത്ത ചോദ്യം, പലഹാരങ്ങളുടെ പേരുകൾ എഴുതൂ, എന്നിട്ട് അവ അക്ഷരമാലാ ക്രമത്തിൽ പട്ടികയാക്കൂ. ഞാനിവിടെ അക്ഷരമാലാ ക്രമത്തിൽ തന്നെയാണ് കേട്ടോ പലഹാരങ്ങളുടെ പേരുകൾ കൊടുക്കുന്നത്. ആദ്യം നമുക്ക് അരിപ്പൊടിയിൽ നിന്ന് തുടങ്ങാം അല്ലേ. അരിപ്പൊടി, അട, അച്ചപ്പം, 6-ാം നമ്പർ, ഈത്തപ്പഴംപൊരി, ഉണ്ടപ്പൊരി, കപ്പ വറുത്തത്, കായ വറുത്തത്, കാരോലപ്പം, കലത്തപ്പം, കല്ലുമ്മക്കായ പൊരിച്ചത്, കൊഴുക്കട്ട, കറുത്ത അലുവ, ചക്ക വറുത്തത്, ചേന വറുത്തത്, ചുവന്ന അലുവ, ചുവന്ന ജിലേബി, നെയ്യപ്പം, നെയ്യലുവ, പക്കവട, പച്ചലുവ, പഴംപൊരി, മൈസൂർ പാക്ക്, വെള്ള ജിലേബി. ഇനി ഇതിലേക്ക് മക്കൾ വേറെയും പലഹാരങ്ങൾ ചേർക്കുക കേട്ടോ. അത് അക്ഷരമാല ക്രമം തെറ്റാതെ അത് എവിടെയാണോ വേണ്ടത് അവിടെ എഴുതണേ. അടുത്ത ചോദ്യം, ഇഷ്ടപ്പെട്ട പലഹാരത്തിൻ്റെ ചിത്രം വരയ്ക്കൂ, അത് പരിചയപ്പെടുത്തുന്ന കുറിപ്പെഴുതൂ അല്ലേ. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് എഴുതുന്നത്. അത് മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ വേറെ എഴുതുക കേട്ടോ. ഇതുപോലെ മോഡൽ നോക്കിയിട്ട് എഴുതാം. ഇഷ്ടപ്പെട്ട പലഹാരം എന്ന് പറയുന്നത് കലത്തപ്പാണ് കേട്ടോ. അപ്പോൾ കലത്തപ്പത്തിനെ കുറിച്ചിട്ട് എഴുതാം. എനിക്കേറെ ഇഷ്ടപ്പെട്ട പലഹാരമാണ് കലത്തപ്പം. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കാറുണ്ട്. പല കലത്തപ്പം കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം. എല്ലാ പരിപാടികളിലും പോയാൽ കലത്തപ്പം കാണാം. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി ആവശ്യമാണ്. ആ പച്ചരിയിലേക്ക് ചോറും തേങ്ങയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കുക. പിന്നീട് കുക്കറിൽ നെയ്യിൽ ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുക. അത് കോരിയെടുത്ത ശേഷം മാവ് കുക്കറിലേക്ക് ഒഴിക്കുക. 15 മിനിറ്റ് വേവിക്കുക. നേരത്തെ വറുത്തെടുത്തവ അപ്പത്തിൻ്റെ മുകളിൽ ഇടുക. തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ച് കഴിക്കാം. അടുത്ത ചോദ്യം, ആഹാരവുമായി ബന്ധപ്പെട്ട ചില പാട്ടുകൾ ടീച്ചർ പാടിത്തരും. അതുപോലുള്ള പാട്ടുകൾ കണ്ടെത്തി പാടൂ. സ്വന്തമായി പലഹാര പാട്ടുകൾ എഴുതി നോക്കൂ. അപ്പോൾ ഞാനിവിടെ കൊടുക്കാം. മക്കൾ ഇനി സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാക്കിയും നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് പാട്ടുകളുടെ 4 വരിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ദോശ നല്ല ദോശ, അരിയിൽ ചുട്ട ദോശ, ദോശ നല്ല ദോശ, നല്ല ചൂട് ദോശ. പിന്നെയോ, ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെ പാടാം. പിന്നെയോ, പത്തിരി ചുട്ടു പാത്തുമ്മ, പതുങ്ങിയെത്തി പൂച്ചമ്മ, നെയ്യപ്പം ചുട്ടു പാത്തുമ്മ, പതുങ്ങിയെത്തി കാക്കമ്മ. ഇതുപോലെയുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ മക്കളും കണ്ടെത്തുക, ഉണ്ടാക്കി നോക്കുക. യൂട്യൂബിൽ പലഹാര പാട്ടുകൾ നടിച്ചാൽ ഇഷ്ടം പോലെ പാട്ടുകൾ കിട്ടും കേട്ടോ. പിന്നെ മക്കൾ സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പാട്ടുണ്ടാക്കി നോക്കാം. ഉള്ളിവട. ഉള്ളി കൊണ്ടൊരു വടയുണ്ട്, എളുപ്പത്തിലൊരു വടയുണ്ട്, എരിവിന് മുളകും ചേർക്കുന്നു, മൈദ കൂട്ടി പൊരിക്കുന്നു, ചൂടോടെ തിന്നാൻ വാ. അപ്പോൾ ഇതുപോലെ മക്കൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി എഴുതൂ, ആ പലഹാരം തയ്യാറാക്കൂ. അപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ പഴംപൊരിയുടേത് എഴുതാം കേട്ടോ. പഴംപൊരി ആവശ്യമായ സാധനങ്ങൾ: പഴം, മൈദ, പഞ്ചസാര, ഏലക്കായ, വെളിച്ചെണ്ണ. തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? മൈദയിൽ പഞ്ചസാരയും ഏലക്കായും ചേർത്ത് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. നെടുകെ കീറിയ പഴം മൈദമാവിൽ മുക്കി വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. മധുരമൂറും പഴംപൊരി തയ്യാർ. അടുത്ത ചോദ്യം, എല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. പ്രദർശനത്തിൻ്റെ പ്രചാരണത്തിനായി പോസ്റ്ററും തയ്യാറാക്കണം. അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പോസ്റ്റർ ഉണ്ടാക്കി നോക്കാം അല്ലേ. ആദ്യം എന്തെഴുതണം? അതിനൊരു തലക്കെട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ പലഹാരമേള, ഫുഡ് ഫെസ്റ്റിവൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആരാണ് ഉദ്ഘാടനം എന്ന് എഴുതണം. അതിനുശേഷം ഏത് ദിവസമാണ്, പിന്നെ ഏത് ടൈമാണ്, എവിടെയാണ്, ഏതാ സ്കൂളിൻ്റെ പേര് എന്നുള്ളതും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. മക്കൾക്ക് നല്ല പലഹാരത്തിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഇതിൽ വരച്ച് ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ.
അടുത്ത ചോദ്യം, പൊന്നാനി ചന്തയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ മുട്ടമാലയുടെ മണവും രുചിയും ഓർത്ത് മണിയൻ്റെ വായിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി. കല്ലായി പുഴയും കവിഞ്ഞ് കുറേ വെള്ളം കടലിലേക്കുമൊഴുകി. കൊതിമൂത്ത ഉറുമ്പുകൾക്ക് അപ്പാണ്യത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞോ? അവർക്ക് മതി വരുവോളം അപ്പം കിട്ടിയോ? കഥ പൂർത്തിയാക്കൂ, എഴുതൂ. ചോണനും മണിയനും ഒരുപാട് ദൂരം നടന്നു. രണ്ടുപേരും നന്നായി ക്ഷീണിച്ചു. പക്ഷേ മുട്ടമാലയുടെയും മുട്ടസുർക്കയുടെയും കാര്യം ആലോചിച്ചപ്പോൾ ക്ഷീണമൊക്കെ പമ്പ കടന്നു. അങ്ങനെ നടന്ന് അവർ പൊന്നാനി ചന്തയിൽ എത്തിയപ്പോഴേക്കും കച്ചവടമെല്ലാം കഴിഞ്ഞു. അവർക്ക് വളരെ വിഷമം തോന്നി. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാമായിരുന്നു. എന്നാലും അവിടെ എത്തിയതല്ലേ എന്ന് വിചാരിച്ച് എല്ലായിടവും പരതി. അങ്ങനെ അവർക്ക് മുട്ടമാലയുടെയും മുട്ടസുർക്കയുടെയും മൈസൂർ പാക്കിൻ്റെയും അങ്ങനെ പല പലഹാരങ്ങളുടെയും പൊടികൾ കിട്ടി. അതെല്ലാം കഴിച്ച് വയറ് പൊട്ടാറായി. അങ്ങനെ ചോണൻ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടാളും ആ മധുരത്തിൽ അലിഞ്ഞുപോയി. അപ്പോൾ ഈ ഒരു പാഠഭാഗം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ മറ്റ് ക്ലാസ്സുകൾ വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഏത് ക്ലാസ്സാണോ ഏത് സബ്ജക്റ്റാണോ അത് നോക്കി അടിച്ചാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നെക്കി വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.